ഭൂഭരണത്തിൽ കേരളം ദേശീയ മാതൃക എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം മുതൽ ഇക്കാര്യത്തിൽ മാതൃകയാണ്. ഡിജിറ്റൽ സർവേ സുതാര്യവും കൃത്യവുമാണെന്ന് തെളിയിച്ചു. ഭൂമി കോൺക്ലേവിൽ ഇക്കാര്യം മറ്റു സംസ്ഥാനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഭൂപരിഷ്കരണമായിരിക്കും ഡിജിറ്റൽ സർവേ എന്നും ഭൂപരിഷ്കരണം പോലെ രാജ്യത്തിനാകെ ഇത് മാതൃകയാകുമെന്നും മന്ത്രി പറഞ്ഞു. ഭൂരേഖ പരിപാലന ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് 2022 ആരംഭിച്ച ഡിജിറ്റൽ സർവേ. റവന്യൂ വകുപ്പും സർവേ ഭൂരേഖ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭൂമി ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി. എന്നാൽ രാജ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരണമെങ്കിൽ ഭൂഭരണം, ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ ആ കാര്യത്തിൽ ആധുനികവൽക്കരിക്കപ്പെടുകയും ഏറ്റവും സുതാര്യമാവുകയും വേണം എന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ഭൂപരിഷ്കരണത്തിൽ നാം മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്ത് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല എന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാര്യത്തിലും ഭൂപരിഷ്കരണ നിയമത്തിന് നേതൃത്വം നൽകിയ കേരളത്തിൽ ഭൂഭരണത്തിനും ഇന്ത്യക്ക് ഒരു മാതൃകയായി മാറുകയായ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിട്ടുള്ളത്.